എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. സിനിമ ഹച്ചിരിമ ഭീമ സിനിമ ചിരിമ. ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഭീമ സിനിമാ ചിരുമയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഭീമ സിനിമാ ചിരുമ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് ഇതവിടെ ആരംഭിക്കുകയാണ്. ഭീമ സിനിമാ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാട്. വെൽക്കം സിനിമ ചിരിമ. ടെൻഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഉള്ള കോൺഫിഡൻസ് കൂടി പോകുമല്ലോ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ നമുക്കൊക്കെ സംഭവിക്കും. ഇപ്പോൾ നമ്മുടെ ഷൂട്ടിംഗ് സമയത്ത് ഓർമ്മയില്ല, ഫ്രണ്ട്സിന്റെ സമയത്ത് സിദ്ധിക്കാണെങ്കിൽ ഷൂട്ടിംഗ് തുടങ്ങി കഴിഞ്ഞാൽ വേറൊരു ലോകത്താണ്. നമ്മൾ ചെന്ന് പറയുന്ന ഒന്നും മുമ്പിൽ നിന്നാലും കാണുക പോലും ഇല്ല. സിദ്ധിക്കാൻ പറ്റിയത് കുറെ നേരം ആരാ അങ്ങനത്തെ ചോദിക്കുന്നവരാണ്. ഫുള്ളായിട്ട്. അപ്പോൾ ഫ്രണ്ട്സ് എന്നുള്ള സിനിമയുടെ ഭയങ്കരമായിട്ടുള്ളൊരു മെഡ്രാസിൽ അതും റോഡും കുതിരവണ്ടികൾ കുറേ കൂടെ കയറി വരണം, അപ്പുറത്ത് ആള് പാസിങ് വേണം, മറ്റേത് അതിൻ്റെ ഫുൾ ക്രൗഡ്, സകല ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ശ്രീനിവാസൻ, മുകേഷ്. ഇപ്പം ഫസ്റ്റ് മീന വന്ന് ഫസ്റ്റ് കൊട്ടാരത്തിൽ വന്ന് ഇറങ്ങുന്നതാണ്. അപ്പോഴാണ് ഞങ്ങൾ പെയിന്റ് അടിക്കാൻ വന്ന് ഞങ്ങൾ കാണുന്നത്. അപ്പം അതിൻ്റെ തിരക്ക് മെഡ്രാസിൽ സ്ട്രീറ്റ് മറ്റേ റോഡ് ബ്ലോക്ക് ചെയ്താൽ മാത്രമാണ്. നമ്മുടെ കേരളം പോലെയല്ലല്ലോ. അവിടെ മെഡ്രാസ് സിറ്റിയിൽ അവിടെ നിന്ന് വരണം, സിറ്റിക്കകത്ത് കൂടെ ഇതിൻ്റെ തിരക്കിൽ ഫുൾ അവിടെ നിൽക്കുക. അപ്പോൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റിൽ ഒരാൾ ആദ്യമായിട്ടാണ് അഭിനയിക്കാൻ വന്നിരിക്കുക. അപ്പോൾ വേറെ ആൾ പറഞ്ഞു, ഫസ്റ്റ് പടം ആണെങ്കിൽ ഡയറക്ടർ അനുഗ്രഹം മേടിക്കാതെ ചെയ്താൽ നിൻ്റെ കാര്യം പോക്കാണ്, അപ്പോൾ അതുകൊണ്ട് ഒന്ന് അനുഗ്രഹം മേടിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കറിയാം സിദ്ധിക്ക് ഭ്രാന്ത് പിടിച്ച് അവിടെ നിൽക്കുക, അങ്ങോട്ട് നിൽക്കുക, മറ്റേത് അങ്ങോട്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ നേരെ അതിലെടുത്ത് തോന്നുന്നു ഒന്ന് അനുഗ്രഹം മേടിക്കുക. അപ്പോൾ റെഡി റെഡി സൈലൻസ് സ്റ്റാർട്ട് ക്യാമറ പറയുന്നതിന് മുമ്പ് ഇടയ്ക്ക് സാർ 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 ഒരു മിനിറ്റ് സാർ 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 പ്ലീസ് ഒരു മിനിറ്റ് ഒറ്റ ഒരു മിനിറ്റ് സിദ്ധിക്കുന്നത് ഓടി വന്നിട്ട് സാർ ഒന്ന് അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയിട്ടാ. അനുഗ്രഹം ഓക്കെ വെപ്രാളത്തില് എന്താന്ന് ഓർമ്മ സിദ്ദിഖ് സാർ ഒന്ന് അനുഗ്രഹം മേടിക്കാം. അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ ടെൻഷനിൽ ഇത് കേൾക്കില്ല, എന്താണ് പോലും കേൾക്കില്ല. ഇങ്ങനെ ഇതുപോലെ ആർട്ടിസ്റ്റുകൾക്കും സംഭവിക്കും. നമ്മൾ ഡൗട്ടൊക്കെ ചോദിക്കാൻ പറയുമല്ലോ അല്ലേ, അങ്ങനെയൊക്കെ പറയും. എനിക്ക് ഇതേപോലെ തെങ്കാശിപ്പണ്ണത്തിന്റെ ഷൂട്ടിംഗ് 6 ആർട്ടിസ്റ്റുകൾ, 3 നായകന്മാരും 3 നായികമാര്, കുറെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ, ഡാൻസേഴ്സ്, സുരേഷ് ഗോപി, ലാലേട്ടൻ, ദിലീപ്, സംയുക്ത, ഗീതു, കാവ്യ, ഗോലുമാല എന്നുള്ള പാട്ട്. അപ്പൊ അത് ഈ ഒരു ആക്ഷൻ സോങ് പോലെ പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര സ്പീഡിലാണ് പാട്ട്. ഈ പെൺമണിമാരുടെ കഥ നോക്കിയപ്പോൾ പെൺമണി ഇങ്ങനെ കാണിക്കണം, കണ്ണ് ഇങ്ങനെ കാണിക്കണം. ഇത് തെറ്റാൻ തുടങ്ങി. 6 പേരും ഒരേപോലെ എല്ലാവർക്കും തെറ്റുന്നുണ്ട്. ഇതിങ്ങനെ അന്ന് ഡിജിറ്റലല്ല, ഫിലിമാണ്. 2 ക്യാമറ ഉണ്ട്. ഈ 2 ക്യാമറയിൽ ഇതിങ്ങനെ ടേക്ക് എടുക്കും, തെറ്റി. അതും ഇതേപോലെ വലിയ ഷോട്ടാണ്. ഒരു ക്രെയിൻ ഇങ്ങനെ അകത്തുനിന്ന് വന്ന് ലാലേട്ടൻ പാടി വന്നു, സുരേഷ് ഗോപിയുടെ അടുത്ത് വന്നു, സംയുക്തയുടെ അടുത്ത് വന്നു, ഇങ്ങനെ കറങ്ങി ലാസ്റ്റ് ഇവിടെ വരണം. ഇവിടെയൊക്കെ ക്രെയിൻ ഇങ്ങനെ ഇട്ടിരിക്കുക, മറ്റേ ട്രോളി ക്രെയിനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറേ കഴിഞ്ഞപ്പോഴേക്കും വയലൻ്റായി. ഞാൻ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, അല്ലാതെ ഷോട്ടിൻ്റെ ഇടയിലല്ല. ടേക്കിൻ്റെ ഇടക്ക് അയ്യോ ഇത് ഇങ്ങനെയല്ലേ എന്ന് വെച്ചിട്ട് തെറ്റിക്കും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ടേക്ക് പോകുന്നുള്ളൂ. എന്നിട്ട് ഷോട്ട് സൗണ്ട് പറഞ്ഞു. പാട്ട് തുടങ്ങിയപ്പോഴേക്കും കാവ്യ അവിടെ നിന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, തീർത്ത് എല്ലാം നിർത്തി വെപ്പിച്ച്. അതാണ് കണ്ട ഒരു നായിക ഇപ്പൊ പറഞ്ഞത് നന്നായി. കാവ്യ മറ്റേ ഒരു വലിയ ഡ്രസ്സ്, ആ ഡ്രസ്സ് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ട്രോളിയൊക്കെ ട്രാക്കൊക്കെ ചാടി ഇവിടെ വന്ന് കുറേ വരണം, വന്ന് അടുത്ത് വന്നിട്ട് അങ്ങനെ എന്താ ഈ എറണാകുളം കൊച്ചി ഒന്നാണോ അതോ 2ആണോ? കാരണം കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവുക. അപ്പൊ പലരും ചോദിക്കുന്നുണ്ട് എറണാകുളത്തേക്കാണോ പോകുന്നത് കൊച്ചിയിലേക്കാണോ പോകുന്നത്. ഈ ഡാൻസിന്റെ ഇടയിൽ മുഴുവൻ ഇവിടെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞത്. ആ ഡൗട്ട് ആയിട്ട് ചോദിച്ചു. എറണാകുളം കൊച്ചി ഒന്നാണോ? ഇതുപോലെ പലരും ഈ പല ടെക്നിക്കൽ കാര്യങ്ങളെ കുറിച്ച് ഡൗട്ട് ചോദിക്കും. ഏത് ലെൻസാണ്, അല്ലെങ്കിൽ എന്താണ് ഈ ജിപ്പ് ഇട്ടിരിക്കുന്നത്, എന്താണ് സിബി, അത് അഴകപ്പൻ്റെ അടുത്ത് മറ്റേ 40 ഫീറ്റിന്റെ ചോദിച്ചത് മറ്റേ ഇവര്
പ്രിയയാണ്. പ്രിയ മറ്റേ ചാക്കോച്ചന്റെ ചാക്കോച്ചന്റെ വൈഫ്, അതില് കുഞ്ചാക്കോ ബോബന്റെ വൈഫ്. 40 ഫീറ്റ് ക്രെയിൻ, വലിയ ക്രെയിൻ അത് വന്ന സമയമാണ്. അത് വന്ന് അതിങ്ങനെ വെച്ചിട്ടുണ്ട്. 40 ഫീറ്റ് ക്രെയിൻ വന്ന സമയമായതുകൊണ്ട് അതിനെ കുറിച്ച് ഭയങ്കര വാചാലനായിരുന്നു അഴകപ്പൻ. പക്ഷേ ആരും ഇതിന്റെ സംശയം ചോദിക്കൊന്നുമില്ല. കാരണം 40 ഫീറ്റ് ഫസ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. അത്രയും ഹൈറ്റ് ആർക്കും അതിനെ കുറിച്ച് അറിഞ്ഞൂടാ. പക്ഷെ അഴകപ്പന് മാത്രം താൻ ഫസ്റ്റ് ഇത് ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് അതിനെ കുറിച്ച് ആരെങ്കിലും ചോദിക്കണം. 40 ഫീറ്റ് എന്താ, അതിനെ കുറിച്ച് ആരും അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. ഇടക്കിടക്ക് മുകളിൽ കയറി ഇരിക്കുന്നുണ്ട്. ആ മുകളിൽ കയറി ഇതിനെ കുറിച്ച് പറയുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല. ഇതിന്റെ മുകളിൽ അഴകപ്പൻ കിടക്കുമ്പോൾ ഫുൾ അഴകപ്പൻ അതിന്റെ ഇതിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ചാക്കോച്ചന്റെ വൈഫ് വന്നിട്ട്, അതെ അഴപ്പെട്ട 40 ഫീറ്റ് ഇടുമ്പോൾ ഇനി ഒന്ന് പറയണേ. ഒരു മിനിറ്റ് സാർ നിൽക്ക്, എല്ലാം നിർത്ത്. ഇവിടെ ഒരു നായകനുണ്ട്, നായികയുണ്ട്, ബാക്കിയുള്ള ആൾക്കാരുണ്ട്, ഡയറക്ടർ, ക്യാമറ അസിസ്റ്റൻസ്, എൻ്റെ കുറെ അസിസ്റ്റൻസ്. വൃത്തികെട്ട എടാ നോക്കടാ, ഒരു ആർട്ടിസ്റ്റിന്റെ വൈഫാണ്. അവരിവിടെ ഇവർക്ക് ഒരു കാര്യമില്ല. എന്നിട്ട് വന്നും 40 ഫീറ്റിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടല്ലേ, അതിൻ്റെ ഒരു വാല്യൂ എന്താണെന്ന് അവർക്ക് മാത്രമേ മനസ്സിലായുള്ളൂ. മോൾ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തോ. ഇപ്പോൾ ഈ ഷോട്ട് കഴിഞ്ഞിട്ട് 40 ഫീറ്റ് ഇടുന്നുണ്ട്. ഇടുമ്പോൾ ഞാൻ കൃത്യം പറയാം. മോളോട് പോയിരുന്നു. ഇനി ഇടക്കിടക്ക് വരും. ഇടക്കിടയ്ക്ക് വന്നു. അത് ഇടാറായോ? ഇല്ല ഒരു മിനിറ്റ്. ഈ ഒരു കണ്ട് പഠിക്കുക ചോദിക്കുന്ന കണ്ടില്ലേ 40 ഫീറ്റിനെ കുറിച്ച് മോൾ ഇപ്പോൾ വരട്ടോ. അത് ഇടുമ്പോഴാണ് അത് കണ്ടാലേ എൻ്റെ മനസ്സിലാവുള്ളൂ. റെഡി? പിന്നെ വന്ന് 40 ഫീറ്റ് അങ്ങനെ ലാസ്റ്റ് ഇടൂ. 40. അല്ല, ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നതാ, ശരിക്കും മോൾക്ക് എന്താ 40 ഫീറ്റ് ഇട്ടിട്ട് എന്താ അറിയേണ്ടത്? അറിയേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇവിടെയല്ലേ ആ ക്രെയിൻ ഇടുന്നത്? ഇവിടെയല്ലേ ഇടുന്നത്. അപ്പോൾ ഇനി അതിന്റെ മുകളിൽ കയറുമ്പോൾ ആ ബുബ്ലൂസ് നാരങ്ങയില്ലേ, അതൊന്ന് പറിച്ചു തരണേ എനിക്ക്. കാരണം ഷൂട്ടിങ്ങിന് വന്നാല് ഇവര് കുറെ പേര് കുക്കിങ്ങുകാരുണ്ട്. അപ്പൊ അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. ഒരു ബബ്ലൂസ് നാരങ്ങ അതിന്റെ മുകളിൽ കിടക്കുന്നുണ്ട്. ഇനി അത് ഇടുമ്പോ അതിന്റെ മുകളിൽ കയറി ഒന്ന് പറിച്ചു തരാവുന്ന അഴകപ്പന്റെ മുഖം. അതേപോലെ അഴകപ്പൻ ഇതേപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അഴകപ്പൻ പെട്ടെന്ന് നല്ല മനുഷ്യനാണ്, പക്ഷെ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഒരു ദിവസം ഇയാൾ ഒരു റൂമിനകത്ത് ചൂട്, എല്ലാ ലൈറ്റും ആളുകളൊക്കെ കയറി നിന്നിട്ട് ചൂട് നിൽക്കുന്നു. ഇയാൾ ക്രെയിനിന് മുകളിലാണ്. അവിടെ നിന്നിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക. എല്ലാവരും ഫയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഒരു കാര്യമില്ലാതെ ഒരു പെൺകുട്ടി അവിടെ ഇരുന്നിട്ട്, അഴകപ്പേട്ടനെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, പിന്നെ അയാൾ ആ മുകളിൽ ഇരുന്നിട്ട് ക്രെയിൻ ഡൗൺ, ഇത് പിൻ ഡ്രോപ്പ് സൈലൻ്റാണ്. ഈ ക്രെയിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ, കിരിക്കിരി എന്നിട്ട് പുള്ളി ഇങ്ങനെ താഴത്തേക്ക് വരിക. അപ്പോൾ ഞാൻ വിചാരിച്ച് തീർന്നു. അത് മേക്കപ്പ് അസിസ്റ്റൻ്റ് മറ്റുമാണ്. ഇവരെന്തോ വഴക്കുണ്ടാകും, ഇനി അവരുടെ അസോസിയേഷൻ ആകെ പ്രശ്നം, അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യുന്ന ആലോചിച്ചു. താഴെ ഇറങ്ങിയിട്ട് പുള്ളി പേഴ്സ് എടുത്തിട്ട് അതിൽ നിന്ന് പുള്ളിയുടെ ഒരു ഫോട്ടോ എടുത്തിട്ട്, ഇത് 2 years ബിഫോർ ഉള്ള ഫോട്ടോ, തിരിച്ച് പോക്കറ്റ് ക്രൈൻ അപ്പ്. എപ്പോഴും നമ്മൾ ഈ ഹ്യൂമറിന്റെ ബേസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു ഏരിയ ഉണ്ടാവും അല്ലെ, ഒരു ആർക്കെങ്കിലും പറ്റുന്ന ഒരു അബദ്ധം. പിന്നെ സിനിമയിൽ ശരിക്കും സിനിമയിൽ ഓരോരുത്തർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും 1000 ഇരട്ടി തമാശയാണ് സിനിമയുടെ സെറ്റുകളിലും അതിനകത്തുണ്ടാവുന്നത്. പിന്നെ അതിനകത്തുള്ള പ്രധാനമായിട്ടുള്ള പല തമാശകളും നമ്മൾക്ക് മാത്രം മനസ്സിലാവുന്നതാണ്. ചിലപ്പോൾ ഒരു പുതിയൊരാളുടെ അടുത്ത് പറഞ്ഞാൽ ഇതിനെന്താ തമാശ എന്ന് ചിലപ്പോൾ അവർക്ക് തോന്നാം. എന്നാൽ ഈ അടുത്ത കാലത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, നമ്മുടെ സെറ്റിലായിരുന്നു. ഞാൻ നടൻ്റെ പേര് പറയുന്നില്ല, മലയാളം സിനിമയിലുള്ള ആള്. അയാള് പേര് മലയാളി ആയതുകൊണ്ട് പറയണ്ട, മറ്റേത് ഹിന്ദിക്കാരനായതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. റാവത്ത് ഹിന്ദിക്കാരനായതുകൊണ്ട് ഇവിടെ പറയാം. അഥവാ പുള്ളി വന്ന് ഇനി ചീത്ത വിളിക്കണമെങ്കിൽ തന്നെ ബോർഡ് എഴുതി കാണിക്കേണ്ടി. അല്ല, ഒരു വില്ലൻ നടന്ന് പറ്റിയൊരു അബദ്ധമാണ്. നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന ഹോട്ടലിലാണ്. ഞാനും അദ്ദേഹവുമായിട്ട് കുറേ സിനിമകളിൽ ആക്ഷൻ സീനൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് പടങ്ങളിൽ പുള്ളി ഇടിച്ചിട്ടിട്ടുണ്ട്. എന്നാലും പേര് പറഞ്ഞാൽ ചിലപ്പോൾ വേണ്ട, പേര് പറയണ്ട. അപ്പോൾ 6 അടി 2 ഇഞ്ച് പൊക്കമുണ്ട്. 6 അടി 2 ഇഞ്ച് പൊക്കമുണ്ട്. നല്ല സൈസ് ഉണ്ട്. പാവമാണോ? പാവമാണ്. പഞ്ചപാവമാണ്. താടിയുണ്ടോ? താടി ഉണ്ട്. ഇനിയിപ്പോ വേണ്ട, ഒന്നും പറയാനില്ല. അതെ, അങ്ങനെ കാർഡുണ്ടോ? പേരിലൊരു കാർഡുണ്ടോ? അങ്ങനെ പുള്ളി ഒരു ദിവസം ഷൂട്ടിങ് കഴിഞ്ഞിട്ട്, അപ്പോൾ എല്ലാവരും ഡാൻസ്, നമ്മുടെയൊക്കെ പാട്ടെടുത്തുകൊണ്ടിരിക്കുക. അവിടെ മെഡ്രാസിൽ നിന്ന് വന്നിട്ടുള്ള 10-20 ഡാൻസേഴ്സ്, പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും, മാസ്റ്ററൊക്കെ. അപ്പോൾ ഹോട്ടലിൽ ആരുമില്ല, എല്ലാവരും അവിടെ പോയിരിക്കുക ലൊക്കേഷനിൽ. അപ്പോൾ പുള്ളിക്ക് നേരത്തെ ഷൂട്ടിംഗ് ഇല്ല, അത് കഴിഞ്ഞ് നേരത്തെ വന്നു. അപ്പോൾ ഈ സാധാരണ ഫുഡ് കാരിയർ ഇങ്ങനെ പുറത്ത് വയ്ക്കുമല്ലോ, പ്ലേറ്റ്, അത് ഡോറിൻ്റെ പുറത്ത്. അപ്പോൾ പുള്ളി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് രാത്രിയല്ലേ, ആരുമില്ല, ഹോട്ടലിൽ ആരുമില്ല. പുള്ളി കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ ടൗല് മാത്രം എടുത്തിട്ട്, 6 അടി 2 ഇഞ്ച് പൊക്കമുള്ള ആളാണ്. ഈ കഴിച്ച പ്ലേറ്റും സാധനങ്ങളും വേറൊരു ഇതും എക്സ്ട്രാ പാത്രമൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് ഈ ഡോറ് ഇങ്ങനെ തുറന്നപ്പോൾ ഇത് അഴിഞ്ഞു പോയി. ചെറിയ ടൗല് എടുത്തിരുന്നത്. ആരുമില്ലല്ലോ, കോറിഡോറിൽ ഒരു മനുഷ്യനില്ലല്ലോ. ഇതങ്ങോട്ട് വെച്ചാൽ മാത്രം മതിയല്ലോ.
ഈ കാരിയർ അങ്ങ് വെച്ചു, ഈ പ്ലേറ്റ് അങ്ങ് വെച്ചു, ഈ പ്ലേറ്റ് അങ്ങോട്ട് വെച്ചിട്ട് ഈ കയ്യിലൊരു പാത്രം കൂടി ഉണ്ടായിരുന്നു. ഇതങ്ങോട്ട് വെക്കാൻ പോയി ഇതങ്ങോട്ട് തെന്നിപ്പോയി, കാലേക്ക് പോയി ഇതങ്ങോട്ട് നീക്കി വെച്ചാ ഡാങ് ഡോർ അങ്ങോട്ട് അറിഞ്ഞു പോയി. ആ ഡോറ് ഇല്ല തുറക്കില്ല, ഡോറ് പടഞ്ഞു പോയി. 6 അടി പൊക്കക്കാരൻ, 6 അടി പൊക്കം. ഒന്ന് ആലോചിച്ച് നോക്കി. ജനിച്ചപടി കറക്റ്റ് സമയത്ത് ഞങ്ങൾ ഫുൾ വണ്ടിക്കകത്ത് പറഞ്ഞത് ഈ ഡാൻസേഴ്സ് 20 പെണ്ണുങ്ങളെ കംപ്ലീറ്റ് ഇവിടെ കാരിയർ എടുത്ത് ഇവിടെയും വെച്ച് പ്ലേറ്റ് എടുത്ത് ഇവിടെയും വെച്ച് സ്റ്റെപ്പിന്റെ താഴെ ഒരു മുറിയുണ്ട്, അവിടെ പോയിരിക്കുന്നു. ഫുൾ മറച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി. താഴെ പോയി പിന്നെ താക്കോലെടുത്തു ഈ രൂപത്തിൽ എവിടെ പോവാനായിട്ട്? ഇതൊക്കെ സിനിമയിൽ നമ്മൾ അവതരിപ്പിച്ചാൽ ആളുകൾ വിശ്വസിക്കില്ല. ഇതൊക്കെ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്, മനഃപൂർവ്വം തമാശക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് വിചാരിക്കും. ഇതേപോലെ തന്നെയാണ് ഒരു നടൻ പെട്ടെന്ന് അയാളൊരു ഹോസ്പിറ്റലിൽ മറ്റേ മകളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ മകളെ അഡ്മിറ്റ് ചെയ്തിട്ട് പ്രസവത്തിന് വേണ്ടിയിട്ടാണ്. മലയാള നടൻ ഈ അടുത്ത കാലത്തായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ ടെൻഷൻ. അപ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ടേ, ലേബർ റൂമിലേക്ക് കയറ്റിയിട്ടില്ലേ, ഇതൊന്നുമില്ല, നോർമൽ ഡെലിവറി ആയിരിക്കും, നീ സിസേറിനാണെങ്കിൽ പോലും പേടിക്കണ്ട, അത് ഞങ്ങളെല്ലാം സമാനം ഇല്ല. അതല്ല എന്നാലും ഒന്ന് വിളിച്ച്, ഹലോ ഇപ്പം എവിടെയാണ്, ലേബർ റൂമിൽ കയറ്റിയില്ലേ, ഓക്കെ എന്നെ വിളിക്കണേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ വിളിക്കണേ. മകള് പ്രസവിക്കാൻ മകള് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ, ഷൂട്ടിംഗ് അത്ര ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വരാൻ പറ്റാത്തത്. ശരി പിന്നെയും വിളിക്കും. 2 ചേട്ട പേടിക്കില്ല, അവർ വിളിച്ചോളൂ. അല്ലല്ല ഞാൻ നോക്കേ എന്തായി എത്ര ഒരു 5 മിനിറ്റ് അല്ലേ, ദൈവമേ ഞാൻ വിളിച്ചോളാം. ടെൻഷൻ ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്. ഇതിൻ്റെ വെപ്രാളത്തിലെല്ലാം മണ്ണടിച്ച് എടുക്കേട്ടാ. ആണോ, ഞാൻ അമ്മൂമ്മയായോ അപ്പൂപ്പനായോ? കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചു. ആണാണോ പെണ്ണാണോ? ഞാൻ അപ്പൂപ്പനായോ അമ്മൂമ്മയായോ? ഞങ്ങള് ചിരിച്ചിട്ട് ഇതായി പോയി. ആ പാവം അതിന് കൈയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതൊന്നും പ്ലാൻ ചെയ്തു വരുന്ന തമാശകളല്ല. അതും അയാളുടെ ജീവിതത്തിൽ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള സംഭവം. പക്ഷെ കാണുന്നത് നമുക്ക് ഭയങ്കര തമാശ വന്നു വരുന്നത്. ടെൻഷനിൽ നമ്മൾ ഈ ബ്രെയിൻ ചില അബദ്ധങ്ങൾ ഞാൻ അപ്പനായോ എന്നുള്ളത് സ്വാഭാവികം. അപ്പനായി, അത് പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ? അതല്ല, പുള്ളി ആണാണോ പെണ്ണാണോ ചോദിച്ചു, കുട്ടി ആണാണോ പെണ്ണാണോ ചോദിച്ചു. ഞാൻ അപ്പൂപ്പനായ അമ്മൂമ്മയായിരുന്നു. ഇത് മാത്രമല്ല, ഇതുപോലെ ഈ ചില വിദേശി മലയാളികൾ, ഇവർക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാൻ പാടുണ്ടാവില്ല. അവർ വന്നിട്ട് ചില അബദ്ധങ്ങൾ ശരിയാ. നമ്മളൊക്കെ തന്നെ ഇപ്പൊ പല സ്ഥലങ്ങളിലും നമ്മൾ ചെല്ലുമ്പോഴൊക്കെ നമ്മൾ അറിയുന്ന നമ്മൾ വിചാരിക്കും, പക്ഷെ സിനിമയൊന്നും കണ്ടു കാണില്ല. നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട്, ഏതാ ആദ്യത്തെ പടം? റാംജി റാവു സ്പീക്കിംഗ്. നല്ല കോമഡി പടം കണ്ടിട്ടുണ്ടോ നമ്മളോട്. ഞാൻ എൻ്റെ നേരിട്ടൊരു എയർപോർട്ടിൽ വെച്ച് കണ്ടിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള സംഭവമുണ്ട്. മെഡ്രാസ് എയർപോർട്ടിൽ ദാസേട്ടൻ അറിയാൻ വയ്യാത്ത ലോകത്തിലൊരു മലയാളി പോലും ഉണ്ടാവില്ല. ലോകത്ത് എത്രയോ ഭാഷകളിലായിട്ട് 50 വർഷത്തിന് മുകളിലായിട്ട് പാടുന്ന വ്യക്തിയാണ്. ദാസേട്ടൻ ഇരിക്കുന്നു, ഞാൻ ചെന്നു, നമസ്കാരം. അതെ, പെട്ടെന്നാണ് ഒരു വിദേശ മലയാളി, പുള്ളി അപ്പുറത്തിരിപ്പുണ്ട്. ഹായ് പുള്ളി പറഞ്ഞു, ദാസേട്ടനോ നമസ്കാരം. ദാസേട്ടൻ സംസാരിച്ചപ്പോൾ ദാസേട്ടന് പരിചയമില്ലാത്ത ആൾക്കാർ, പേരറിയാത്ത ആൾക്കാരെ അങ്ങ് വിളിച്ച് സംസാരിക്കുള്ളൂ. അപ്പോൾ പലപ്പോഴും അപ്പോൾ ഇങ്ങനെ ദാസേട്ടൻ സംസാരിക്കുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ സംഗീതത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇപ്പം ജയറാമും അങ്ങും, അപ്പോൾ നമ്മൾ 3 പേരും നമ്മളുടെ ജഗദീശ്വരൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കുറേ സംസാരിക്കുന്നുണ്ട്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്. പുള്ളി യെസ് യു ആർ റൈറ്റ് പുള്ളി അത് പറയുന്നുണ്ട്. അപ്പോൾ സംഗീതത്തെക്കുറിച്ച് വന്നു, മറ്റേ ജയറാമിനൊന്നും മനസ്സിലായിട്ടില്ല, അയാൾക്ക് ആരെയും മനസ്സിലായിട്ടില്ല. അല്ല, എന്നെ അറിയില്ലായിരിക്കാം, പക്ഷേ ദാസേട്ടനായിട്ട് വളരെ ക്ലോസ് ആയിട്ട് സംസാരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ദാസേട്ടൻ്റെ പഴയ പരിചയക്കാരനായിരിക്കും, അല്ലെങ്കിൽ ദാസേട്ടൻ്റെ ഭയങ്കരമായിട്ടുള്ള ആരാധകനായിരിക്കും. അങ്ങനെ സംസാരിക്കുന്ന ഏകദേശം ഫ്ലൈറ്റ് ടൈം ആവാറായപ്പോഴാണ് എന്നാൽ പിന്നെ എടുക്കാം, ഇദ്ദേഹം ഇത് ഈസ് ആൻ ആർട്ടിസ്റ്റ് ഫ്രം മലയാളം. എൻ്റെ ഹായ് പുള്ളി പറഞ്ഞു. അത് എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ. അപ്പോഴത്തേക്കും പുള്ളി എടുത്ത് ചോദിച്ചു. അപ്പോൾ ആ സമയത്താണ് പുള്ളി വൺ സെക്കൻഡ് ദാസേട്ടൻ്റെ അടുത്ത് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. ഇത്രയും നേരം ഞാൻ വിചാരിച്ചത് പുള്ളിക്ക് വളരെ അറിയാവുന്ന പോലെയാണ്. ദാസേട്ടൻ എന്നെ ഒന്ന് നോക്കി, കാരണം ഇത്രയും നേരം അതിൻ്റെ ഒരു ബേസിക്കലി ഐ എം എ സിംഗർ. അപ്പോൾ ഒരു പാട്ടൊക്കെ പാടി ഇങ്ങനെ ജീവിക്കുന്നു. ആഹാ, ഇത്രയും വയസ്സായിട്ട് ഇങ്ങനെ വെറുതെ പാട്ട് പാടി കൊണ്ട് കിടക്കുക, ജോലിയൊന്നുമില്ലേ വേറെ? ഇത്രയും പാസൊക്കെ ഒരു സീരിയസ്നെസ് വേണ്ടേ? വെറും പാട്ടും പാടി കിടക്കുക എപ്പോഴും, ജോലിയൊന്നുമില്ല. ദാസേട്ടൻ ഇങ്ങനെ പാവം. ഇത്തരം അബദ്ധങ്ങൾ പറയുന്ന എനിക്ക് പറയാനിപ്പോൾ
എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഇതിൽ. ഇതിപ്പോൾ ഞാനിവിടെ പഞ്ചാബി ഹൗസിൻ്റെ പൂജ റെക്കോർഡിങ്ങിന് മദ്രാസിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്നു. അപ്പോൾ ഇയാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ഞാൻ പതിവ് പോലെ വീട്ടിൽ തന്നെ വിളിക്കാനായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അങ്ങനെ പെട്ടിയൊക്കെ എടുത്തിട്ട് പോവാണ്. പോകാൻ നേരത്തെ അമ്മയോട് ഒന്ന് പറയണമല്ലോ. പറയാം. അപ്പം അമ്മ ചോദിച്ചു, നീ ഇതെവിടെ പോകും ഈ പെട്ടിയൊക്കെ ആയിട്ട്? എപ്പോഴും നീ ഈ പെട്ടിയായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, നീ എവിടെ പോകുന്നേ? അപ്പം മദ്രാസിൽ പോകണം. എന്തിന്? സിനിമയ്ക്ക് പോകണം, സിനിമയുടെ പൂജ. നീ ഇപ്പോഴും ഈ സിനിമയും ഇതും കളിച്ച് നടക്കുകയാണ് മോനെ. റാഫി വിളിച്ചിട്ട് അതായത് പണിക്കും പോകില്ല, പണിക്കൊന്നും പോകണ്ട, അവൻ ഇങ്ങനെ സിനിമയും കളിച്ച് നടന്നാൽ മതി. ഇയാള് സിനിമയിൽ നിന്ന് വലിയ വീട് വെച്ചു, അതിലൊക്കെ താമസിക്കാറ് വാങ്ങിച്ചു. അതൊന്നും പക്ഷേ ഇതൊരു വരായികയുള്ള സംഗതി ഒന്നും അമ്മയ്ക്ക് അറിഞ്ഞൂടാ. കാരണം മൂത്ത രണ്ടുപേർക്കും ജോലിയുണ്ട്, ഇവന് മാത്രം ഒരു പണിയില്ല. സിനിമ കളിച്ച് നടക്കുക. അതുപോലെ നേരത്തെ സിദ്ദിഖേട്ടൻ പറഞ്ഞ പോലെ ഈ എൻ്റെ വീട്ടിൽ വെളുപ്പിന് 6 മണിക്ക് വന്ന് ഒരാൾ ബെല്ലടിക്കും. ബെല്ലടിച്ചിട്ട് ഒരു ദിവസം വന്ന് ബെല്ലടിച്ച് ഞാൻ ചെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ ഒരു പ്രായം ചെന്ന ഒരാളാണ്. സിദ്ദിഖ്ലാലല്ലേ? ഞാൻ എല്ലാ പടവും കാണും. വേറൊരു പടത്തിൻ്റെ പേരും പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഉറക്കപ്പിച്ച് ഞാൻ എൻ്റെ സുഹൃത്തെ, ഞാൻ സിദ്ദിഖ്ലാലല്ല, അല്ല ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ്, അത് ഞാനല്ല, നിങ്ങൾക്ക് വീട് തെറ്റിപ്പോയതാണെന്നൊക്കെ. അപ്പോൾ അല്ല, എനിക്ക് ആൾ മാറിപ്പോയതായിരിക്കും ചിലപ്പോൾ. സാർ ആരാണ് എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ ആരാണെന്നെങ്കിലും മിനിമം ഒന്ന് നിങ്ങൾ അന്വേഷിക്കും. അപ്പം ഞാനതൊക്കെ എങ്ങനെ അറിയാനാണ്? അപ്പം ഞാൻ ചെയ്ത പടം ഒന്നും അറിയില്ല. ഞാൻ പറഞ്ഞോ, മിനിമം നിങ്ങൾ ഒരു ചെറിയ നോളജെങ്കിലും നിങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾ നാന, വെള്ളി നക്ഷത്രം, ഇതിനകത്തൊക്കെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുക എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, നാന, വെള്ളി നക്ഷത്രം ഇതിലൊക്കെ വരുന്നുണ്ട്. ഞങ്ങളുടെ പേര്, ഫോട്ടോ, ഞങ്ങളുടെ സിനിമകളൊക്കെ വരുന്നുണ്ട്. അതെങ്കിലും ഒന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ വന്ന് ചാൻസ് ചെയ്യുക. ഇതൊന്നും സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ സോറി, ഇയാൾ പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും 6 മണിക്ക് ബെല്ലടി. എനിക്ക് തോന്നി ഇയാളായിരിക്കും. ഇത് തുറന്നു നോക്കിയപ്പോൾ ഇയാളാണ്. കക്ഷത്തിൽ ഒരു കെട്ട് നാന, വെള്ളി നക്ഷത്രമൊക്കെ ഉണ്ട്. ഇത് നേരെ എൻ്റെ കയ്യിലോട്ട് തന്നിട്ട് പറഞ്ഞു, സാർ ഇതിൽ നിന്ന് ഏത് ചോദ്യം വേണമെന്ന് ചോദിച്ചോ. ഞാൻ പഠിച്ചു. അല്ല, ഈ സിനിമയിൽ ഈ ഓരോരുത്തർ അബദ്ധം പറയുന്ന പോലെ ടൈമിംഗ് എന്ന് പറഞ്ഞ സാധനം, ടൈമിംഗ് ഇല്ലാത്ത ഒരുപാട് പേര് പുതിയതായിട്ട് അഭിനയിക്കാൻ വരും. അപ്പോൾ ഈ ടൈമിങ്ങിൻ്റെ മിസ്റ്റേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ സിനിമയ്ക്ക് അകത്ത് തന്നെയുള്ള ഒരു 2 പേരുടെ ഒരു പെട്ടെന്നൊരു കഥ ഞാൻ പല പ്രാവശ്യം സിദ്ധിക്കുന്നത് പറഞ്ഞിട്ടുണ്ടാണ്. നമ്മുടെ മരിച്ചുപോയ സാന്റോ കൃഷ്ണനും നമ്മുടെ പറവൂർ ഭരതേട്ടനുമായിട്ട് ഒരു പഴയ പടം അഭിനയിക്കുമ്പോൾ, അതായത് കൃഷ്ണേട്ടൻ മരിച്ചുപോയി, സാന്റോ കൃഷ്ണേട്ടൻ മരിച്ചുപോയി. ഇപ്പം എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും സീനിയർ രൂപപ്പെട്ടിരുന്ന ആളാണ്. പിന്നെ പണ്ട് മുതൽ ഈ ഹനുമാൻ വേഷങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ആ പാവത്തിന്റെ കഷ്ടപ്പാട് പിന്നീടാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമ്മൾ എല്ലാ പടത്തിലും ഹനുമാൻ പറന്നു പോകുന്നു മാത്രം കണ്ടിട്ടുണ്ട്. അത് പാവത്തിന് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സ്റ്റൂളില്, അപ്പോൾ ഈ കൃഷ്ണേട്ടന് വേറൊരു പേരും കൂടി ഉണ്ട് മദ്രാസിൽ, ഹനുമാൻ കൃഷ്ണൻ എന്നൊരു പേരുണ്ട്. അത് ഞാൻ വിചാരിച്ചത് ഒരുപാട് സിനിമകളിൽ ഹനുമാനായിട്ട് അഭിനയിച്ചുകൊണ്ടാവുന്നത്. അതല്ല, വേറൊരു അബദ്ധം കൂടി പറ്റിയതുകൊണ്ടാണ് ഹനുമാൻ കൃഷ്ണൻ എന്ന് പേര് വന്നത്. സ്റ്റൂളിന്റെ മുകളിൽ കിടത്തും പാവത്തിന്റെ കാലത്ത്, എന്നിട്ട് ബാക്ക് പ്രൊജക്ഷനാണ്, ബാക്കിൽ ഇങ്ങനെ സ്ക്രീനിങ് പോവും, ഈ കാലിങ്ങനെ ആട്ടിക്കൊണ്ട് ഈ മലയായിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ രാവണന്റെ ഒരു സദസ്സ് ഉണ്ടായിരുന്നു. രാവണന്റെ സദസ്സിൽ രാവണന്റെ ഒപ്പം വാല് ചുരുട്ടി 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 ഹനുമാൻ കയറിയിരിക്കും അതേ ഇതിൽ. എന്നിട്ട് രാവണ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ലങ്ക മൊത്തം കിടുങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അത് തമിഴ് സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുക. അപ്പോൾ രാവണന്റെ സദസ്സിൽ വാല് ചുരുട്ടി ഇപ്പുറത്ത് കയറിയിരിക്കണം, രംഗാറാവുമാണ് അപ്പുറത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഹനുമാൻ കൃഷ്ണൻ പേര് വന്നതിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, താഴെ വലിയ ലോറിയുടെ ടയർ, അത് കഴിഞ്ഞാൽ ബസ്സിൻ്റെ ടയർ, അത് കഴിഞ്ഞ് അങ്ങനെ വന്ന് സ്കൂട്ടറിൻ്റെ ടയർ, ഓട്ടോറിക്ഷയുടെ ടയർ വരെ ചെറുത് ഇങ്ങനെ വെച്ചിട്ട് മുഴുവതിലും മറ്റേ ഇതൊക്കെ വെച്ച് വാല് പോലെ പെയിൻറ് ചെയ്ത് അവസാനം ഒരു അലൂമിനിയത്തിൻ്റെ കഷ്ണം അവിടെ വെച്ചിട്ട് അതുമായിട്ട് ഇതൊക്കെ മൊത്തം ജോയിൻ ചെയ്ത് കൃഷ്ണേട്ടൻ്റെ മുകളിൽ കയറ്റിയിരുത്തിരിക്കുക. കയറി ഇരുന്നിട്ട് കൃഷ്ണേട്ടൻ വിത്ത് സാധനങ്ങൾ വെച്ചിട്ട് രാവണ ഫുള്ളായിട്ട് പറയണം. ഫസ്റ്റ് കൃഷ്ണേട്ടൻ്റെ ഒറ്റ നിലവിളിയിൽ താഴത്തെ ടയറാണ് പോയി. ഇത്രയും ടയറിൻ്റെ മുകളിൽ നിന്ന് പാവം അടിച്ച് തല്ലി ഒരു ഒറ്റ വീഴ്ച വീണിട്ട് അന്ന് ശരിക്കും മുഖം ഹനുമാൻ്റെ പോലെ ആയി പോയി എന്നാണ് പറയുന്നത്. ഹനുമാൻ കൃഷ്ണൻ്റെ പേര് വന്ന് പറയുന്നു. അപ്പോൾ കൃഷ്ണേട്ടനും ഭരതേട്ടനും ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള നടനാണ് ശ്രീ പറവൂർ ഭരതൻ. അപ്പോൾ ഇവർ രണ്ട് ഉദയയുടെ ഒരു സിനിമയാണ്. അപ്പോൾ നസീർ സാറൊക്കെ അപ്പുറത്ത് ഫൈറ്റ് കിടക്കുന്നുണ്ട്, പ്രേം നസീറുമായിട്ട് ഫൈറ്റ് കിടക്കുന്ന സമയത്ത് അന്ന് ഈ കോമഡി നടൻ ഇങ്ങനെ കുനിഞ്ഞു നോക്കി നിൽക്കുമല്ലോ സൈഡിൽ കൂടെ. ഇപ്പോൾ ഒരു വാഴയുടെ തോട്ടം പോലെയാണ്. അപ്പോൾ ഇങ്ങനെ കുനിഞ്ഞു നോക്കി നിൽക്കുമ്പോൾ പുറകെ കൂടെ വന്നിട്ട് കൃഷ്ണേട്ടൻ ഒരു വടി എടുത്തിട്ട് ഡാം തലക്കടിക്കണം ഇവിടെ വന്നിട്ട്. അപ്പോൾ പണ്ട് ഉദയ സ്റ്റുഡിയോയിൽ ഈ ഡമ്മി ഒന്നുമില്ല, ഉണ്ടാക്കിയിട്ടില്ല. ഒറിജിനൽ ഏതോ പൊളിച്ചതിൻ്റെ ഒരു വലിയ മരത്തിൻ്റെ പീസ് കിടക്കുന്നുണ്ട് വിത്ത് ആണിയൊക്കെ ആയിട്ട്. അതെടുത്ത് കൊടുത്തു. കാരണം കൃഷ്ണേട്ടൻ പറഞ്ഞു, ഭരതേട്ടാ ഒന്നുമില്ലേ, ടൈമിങ്
ടൈമിംഗ് ആണ് പ്രധാനം സിനിമയിൽ. ഒന്നും പേടിക്കണ്ട, ഞാൻ നേരെ ഇങ്ങനെ വരും, പുറകിലൂടെ ഒരു ഡാൻ, ഒന്നുമില്ല പേടിക്കണ്ട, വാ നിന്നോ, യാതൊന്നും പറ്റില്ല, തന്നു. അങ്ങനെ ഭരതേട്ടൻ പറഞ്ഞു ഒന്നും കൊള്ളാതെ മേത്തൊന്നും ഒറിജിനൽ ഭയങ്കര പേടിയാണ്. ഭരതേട്ട ടൈമിംഗ് ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കും, തലയുടെ തൊട്ടടുത്ത് ഇവിടെ നിൽക്കുള്ളൂ. ടൈമിംഗ് ആണ് പ്രധാനം. അങ്ങനെ ഭരതേട്ടൻ ആദ്യം വരുന്നു, ക്യാമറ ഇവിടെ വെച്ചിരിക്കുന്നു. ഒന്നിൽ ഭരതേട്ടൻ ആദ്യം പോവും, ഇദ്ദേഹം വരുമ്പോഴത്തേക്കും ലേറ്റ് ആവുന്നു, അല്ലെങ്കിൽ ഇങ്ങേരെ ആദ്യം പോകണു, ഭരതേട്ടൻ വരുമ്പോൾ ലേറ്റ് ആവുന്നു. കൃത്യ സ്ഥലത്ത് ഇവിടെ വെച്ചിട്ട് ഈ അടി കിട്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര കുഞ്ചാക്കൊക്കെയാണ് നിൽക്കുന്നത് ക്യാമറ, ഭയങ്കര ഒച്ചപ്പാടും ഇതൊക്കെ ആയപ്പോഴത്തേക്കും ലാസ്റ്റ് കൃഷ്ണൻ പറഞ്ഞു ഒന്നുമില്ല, വെറും സാർ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് ഭരതേട്ട, വെറും നമ്മൾ എണ്ണില്ലേ, 1 2 ഇത്രേ ഉള്ളൂ. ഡാൻസ് മൂവ്മെന്റ് പോലെയാണ് ഫൈറ്റ്. 1 2 അത്രേ ഉള്ളൂ. ആ മൂന്നാമത്തിൽ അടി വരും. ശരി, കൗണ്ട് ചെയ്ത് ഓടിക്കോ. അങ്ങനെ ഭരതേട്ടൻ 1 2 അത് മതി, അത് മതി, ഒന്നുകൂടെ 1 2 അഭിനയിട്ടെ, ഓക്കെ റെഡി, എല്ലാം ചെയ്തു. ഒന്നുമില്ല, ടൈമിൽ നോക്കിക്കോളാം. 1 2 അടി. അങ്ങനെ ഭർത്തിയൊക്കെ എഴുതിയാണ് ടേക്ക്. ഭരതേട്ടൻ കാരണം ചേട്ടൻ വരുന്നുള്ളൂ. ഇത് മൂളൽ വേണം. 1 2 ആ മൂളലായിരുന്നു. ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം, കവിത പാടും തീരം, കായലലകൾ പുൽകും കണുവലിയുമീറൻ കാറ്റിൽ, ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട്, നിറപൊലിയേകാമെന്നരിയ നേരിനാ, പുതുവിള നേരുന്നോരിനിയ നാടിനാ. സാവേ സാവേ ബോട്ട് കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. എന്തെങ്കിലും സാധനം വല്ലതും മേടിക്കുകയാണെങ്കിൽ പോയി 10 മിനിറ്റ് തരും. സിഗരറ്റോ വീഡിയോ പോയി മേടിച്ചു. വേഗോട്ടെ. സോപ്പ് തീർന്നിരിക്കുക. വെള്ളത്തിൽ കൊല്ലാനാണ് താങ്കളെ കൊണ്ട് ബോട്ട് ഇട്ടിരിക്കുന്നത്. ഞാൻ വെള്ളം കുടിച്ച് അത്തുമല്ലോ. എന്നടാ ക്ഷമിക്കടാവേ, ഞാൻ ഈ കിഴക്കൻകൂട്ടി വണ്ടി ഓടിച്ചു ഈ കുട്ടിക്കാനം എത്തുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെ നോക്കേ, കുട്ടിക്കാനം എത്തുമ്പോൾ 10 മിനിറ്റ് ഇങ്ങനെ ഇഞ്ചൻ തണുപ്പിക്കാനിടും. അന്നേരം വല്ല വീഡിയോ സുഹൃത്തും മേടിക്കാൻ ആൾക്കാരോട് പറഞ്ഞു വിടും. ആ ഓർമ്മയാ പോയി, നീ ക്ഷമിക്കട്ടോ. ഇതേ കുട്ടിക്കാനമല്ല, കുട്ടനാടാ. സായപ്പിനും മാതാമക്കും രാവിലെ ബനാന സ്റ്റീം കുക്കാച്ചി കൊടുത്താലാ? ബനാന സ്റ്റീം കുക്കാച്ചി നല്ലതാ, മനസ്സിലായില്ല. നല്ലല്ലേ? അറിയാം. നിനക്ക് മനസ്സിലായി? മനസ്സിലായി? ഇല്ല, എനിക്കറിയത്തില്ല. പിന്നെ അറിയാന്ന് പറഞ്ഞു. ഓളത്തിന് പറഞ്ഞില്ലേ ബനാന സ്റ്റീം കുക്കാച്ചി. എടാ പറഞ്ഞു കടാവേ, സംഭവം എന്നതാ പറ. മനസ്സിലായില്ല? ഇല്ല. ബനാന ഏത്തപ്പഴം ഒരു കത്തിയെടുത്ത് ഇങ്ങനെ കീറണം, എന്നിട്ട് നമ്മുടെ ഇഡലിക്കുട്ടമില്ലേ അതിനകത്ത് വെച്ചങ്ങ് പുഴുങ്ങണം. കുക്കാച്ചി, പഴം മുഴുങ്ങിയത്. അതിനാ ബനാന കുക്കാച്ചി. എടാ പഴം മുഴുകിയെന്ന് പറഞ്ഞാൽ പറയടാ, എന്താ വർത്താനം പറയും. പിന്നെ രാവിലെ തന്നെ സായിപ്പിനെ മാതാവിനെ വിളിച്ചോണ്ടിട്ട് പഴം പുഴുകിയത് എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമോ? ശരിയാ, ഞാൻ എന്റേതായ ഒരു ഭാഷ പറഞ്ഞ ബനാന സ്റ്റീം കുക്കാച്ചി. നീ പറഞ്ഞു തന്നാലേ പഴം മുഴുങ്ങിയവരായി പോകും. തലമിട് സാവിങ് വന്നേ. പറഞ്ഞു. നിന്നോടൊരു കാര്യം ചോദിക്കായിരുന്നു. പറഞ്ഞു. നീ കഴിഞ്ഞ ആഴ്ചയില് ഒരു സായിപ്പിനെ മാതാമയും കൊണ്ടുവന്നിട്ട് എന്തോ ഒരു വിഷയം ഉണ്ടായിരുന്നു പറഞ്ഞ സംഭവന. ഒന്നും പറയണ്ട, നല്ല സീസൺ ടൈമിൽ അവരിങ്ങോട്ട് വരുന്നത്. അവർക്ക് ഹൗസ് ബോട്ട് വേണം. ഞാനിവിടെ പോയി ഹൗസ് ബോട്ട് ഉണ്ടാക്കാനാ? എല്ലാത്തിനും ബുക്കിംഗ് അല്ലേ. അവസാനം ഞാൻ അവരുമായിട്ട് ആലപ്പുഴ ഇങ്ങനെ തീരം വരും നടന്ന് കടന്ന് വരുമ്പോ നമ്മുടെ രാഘവന്റെ വീട്, ചെത്തുകാരൻ രാഘവന്റെ വീട് കണ്ടെത്തി ഒറ്റയ്ക്ക് നടുക്ക് നിൽക്കല്ലേ, ചുറ്റിനും വെള്ളവും. ഇത് കണ്ടപ്പോ സായിപ്പ് പറഞ്ഞു പുള്ളിക്ക് തമ്മാണ്. പിന്നെ നമുക്കെന്താ, ഞാൻ 2 എണ്ണത്തിന് അതിന്റെ അകത്ത് കൊണ്ട് താമസിപ്പിച്ചു. ശരി. നാട്ടുകാരൊക്കെ രാവിലെ കാണുന്ന എന്താണെന്നറിയോ, 2 ബെർമുടയൊക്കെ ഇട്ടിട്ട് തൊഴയോട് തുഴച്ചില്ല ഹൗസ് ബോട്ടാന്ന് പറഞ്ഞു. നമ്മളെന്ത് ചെയ്യാനാ? അയ്യോ അല്ല, എനിക്കൊരു സംശയം അതില്ല. ഈ വെള്ളം താഴുമല്ലോ, അന്നേരം ഇവരെന്ത് ചെയ്യും? തുഴഞ്ഞ് കരക്കെത്തിയാന്ന് പറഞ്ഞു പൊക്കോളൂന്ന്. നമ്മളെന്തിനാ അതിന്റെ പറയാൻ പോകുന്നു? ഓ അത് ശരി. ഇതുപോലെ പറഞ്ഞു തന്നപ്പോഴാ എടാ, കഴിഞ്ഞ ആഴ്ചല്ലേ ഈ ബോട്ടിൽ ഒരു സായിപ്പ് വന്നു, സ്വിറ്റ്സർലൻഡുകാരനാ. ഒരു 6 അടി ഹൈറ്റ് ഉണ്ട്. ഈ പുള്ളിക്ക് ഭയങ്കര ആഗ്രഹം ഏതാ കഴുക്കോലെടുത്ത് ഊന്നണമെന്ന് നമ്മുടെ ബോട്ട്. ഈ ഇഞ്ചൻ കേടായപ്പോൾ ഞാൻ പറയടാ എങ്ങനെയും കുത്തിയെ ഷാജിയെ ഇത് കുത്തി എന്നാൽ കരക്കടിപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ ഈ സായിപ്പ് പറഞ്ഞു ഞാൻ കൊട്ടോ എന്ന് പറഞ്ഞു ഇതെടുത്തൊരു കുത്തും കുത്തി. ഞാൻ പറഞ്ഞു എന്നാൽ കുത്താൻ കൊടുക്കുക, പുള്ളി കുത്തട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയും ഏതായാലും ബോട്ട് വന്ന് കരക്കെടുത്തു. തിരിഞ്ഞൊക്കെ പോയി സാഹിബിനെ കാണുന്നില്ല. കാലിനെ നടക്കി ഈ കഴുക്കോലില്ലേ അതെ തൂങ്ങിക്കിടക്കും. പുള്ളി കുത്തിയിട്ട് അതങ്ങ് തൂങ്ങിപ്പോയെന്ന്. പിന്നെ ഒരു 1.5 ലക്ഷം രൂപ ഞാൻ ഉണ്ടാക്കിയായിരുന്നു. അതെങ്ങനെയാന്ന് വെച്ചാല് ഈ പുള്ളി കിടന്നപ്പോൾ നാട്ടുകാർ ചോദിച്ചത് എന്നാ സംഭവം ചോദിച്ചു. ഞാൻ പറഞ്ഞ ഗിന്നസ് ബുക്കിൽ പേര് വരാൻ വേണ്ടി
ഇങ്ങനെ തൂങ്ങിക്കിടക്കുവായിരുന്നു കഴുക്കോലെ. അങ്ങനെ പറഞ്ഞു പിരിവ് നടത്തി ഒരു 1.5 ലക്ഷം രൂപ അടിച്ചെടുത്ത് ഞാൻ. ആ സാഹിബിന്റെ പേര്. സാഹിബിനെ പിഴിഞ്ഞല്ലേ? സാഹിബിനെ പിഴിഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അതുപോലത്തെ ഉണക്ക സാഹിബൊന്നുമല്ല, നല്ല 2 ഫാമിലിയാണ് വന്നിരിക്കുന്നത്. അവർ അതിന്റെ താമസിപ്പിച്ച് ഇന്നലെ കൊണ്ടുപോയതാണ്. ഇതുവരെ വെളിയിലേക്ക് കണ്ടില്ല. എന്തിയെ സാധനം എന്തി? നല്ല ഉറക്കവരുണ്ട്. അവർ വരട്ടെ, ഉണരട്ടെ. എന്നതേ അവർ സ്വീകരിക്കാനുള്ള മലയാളി മങ്ക എല്ലാം ഓക്കെ. മലയാളി മങ്ക അടിപൊളി ഓക്കെയാണ്. അത് സൂപ്പറാ, കേട്ടാ മതി. ഓമനയാ. ഏതാണോ കണ്ടോണം. അടിപൊളി. അയ്യോ, ഇവളെയാണോ കിട്ടിയത്? ഇവിടെ മലയാളി മങ്ക വിളിക്കാതെ ഇവിടെ കക്കാവാർന്ന് ഉണക്കെയാണോ വിളിച്ചോണ്ട് വന്നത്? എന്നാ പിന്നെ തന്നെ തള്ള കൊണ്ട് നിർത്തണം. അല്ല പിന്നെ 150 കുണുവയ്ക്കേ ഐശ്വര്യാറായി വരും. ഈടാവേ മലയാളി മങ്ക എവിടെ കഴിഞ്ഞ് തപ്പാനാ, എവിടെ വരാനാ? എന്നാ പിന്നെ മലയാളി മങ്കയെങ്കിലും അവിടെ കൂട്ടിക്കൊണ്ട് വന്നല്ലേ ഞാൻ. നീ കറി ഉറപ്പിടും കേട്ടോ, അവൾ ഇറങ്ങി പോകും. മേളോട് നോക്കുന്നേ. അല്ല എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടേ എവിടെ ജോലിക്ക് പോകുമ്പോഴും മാനം നോക്കി ജീവിക്കണമെന്ന്. അയ്യോ എടി, അയാൾ ഉദ്ദേശിച്ച ആ മാനമല്ല. അതെങ്ങനെ? നീ ഒരു കാര്യം ചെയ്യും, മാനം നോക്കി ആ മാനം എടുത്ത് കാത്തുകൊണ്ട് വെക്കും. ശരി എന്നാ. എനിക്ക് നല്ല മഴ വരുന്നുണ്ട്, ആ സൈഡിലങ്ങ് പോയി നിന്ന് മഴ നനഞ്ഞ് പനി പിടിക്കരുത് കേട്ടോ. പിന്നെ 24 മണിക്കൂറും കായലി മുങ്ങി കക്കാവാറണ എന്നോടല്ലേ പനി പിടിക്കരുതെന്ന് പറയാം. ഒന്ന് പോ ചേട്ടാ. ഈ ഭാഷയോടെ ആകുമ്പോൾ സാഹിബിന് ഇഷ്ടപ്പെടും. എന്തിയെ നമ്മുടെ സാധനം എന്തിയെ? അവർ പറഞ്ഞ പോലെ അകത്തുണ്ടല്ലോ. ഒന്ന് പോയി വിളിച്ചോണ്ട് വന്നത്. അവർക്ക് സൈറ്റ് സീൻ കാണാൻ വേണ്ടിയല്ലേ ഞാൻ വിളിച്ചോണ്ട് വന്നത്. നിങ്ങൾ ഇതിന്റെ അകത്തിട്ട് പൂട്ടിയാൽ എങ്ങനെയാ? ഇത് കഷ്ടമാണ് ആലോചിച്ചു. ഇതന്നെ കുരിശ് വരച്ച് കളിക്കുവാണ്. ഇല്ല, ടൈറ്റാനിക് കളിക്കുക. ടൈറ്റാനിക് കളിക്കുക. അത് റോസും ജാക്കും. റോസും ചാക്കും കളിക്കാനേ. ഇത് ട്രാൻസ്പോർട്ട് ബസ് അല്ലേ, ഇവിടെ മാർഗേ. എന്താ പാടാവേ ഇത്? അല്ല, കിട്ടിയ ഒരു ചാൻസ്. ഇതന്നെ നിൽക്കുന്ന കാര്യമാണ്, മനസ്സിലാവുന്നില്ല. സംഭവം മനസ്സിലായില്ലേ? ഇല്ല. സോമനാംബുലിസം. സോമന്റെ പുള്ളിരസോ? സോമന്റെ പുള്ളിരസം എന്നല്ല പറഞ്ഞ, സോമനാംബുലിസം. ഇതാ കുഴപ്പം. അവർക്ക് വയറ്റി പിടിക്കാത്ത ഓരോ സാധനം കൊടുക്കും, പിന്നെ അവർക്ക് അസുഖമായി. ഞാൻ ഇന്ന് സമാനം പറയട്ടെ, വയറ്റി പിടിക്കാത്ത ഒന്നും ഉണ്ടായി കൊടുത്തൊന്നുമല്ല. അവർ രാവിലെ മോർണിംഗ് വാക്കിന് പോകുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ. രാവിലെ എഴുന്നേറ്റ് നടത്താൻ നേരെ എന്ന് കായലിലാണ്. പിന്നെ ഞാൻ അവരോട് വലിച്ചു കയറ്റി അകത്തിട്ടിട്ട് ഞാൻ പറഞ്ഞു, ഈ ഡ്രസ്സൊക്കെ ഉടക്കണമൊക്കെ ഫ്രണ്ടിൽ പോയിട്ട് തിക്കണം എന്നാലേ കാറ്റടിച്ച് ഉടക്കത്തുള്ളത്. അങ്ങനെ പോയി നിൽക്കണം. അതുകൊണ്ട് നിൽക്കണം. അതുകൊണ്ട് നിൽക്കണ. എടാ ഇവരെ വിളിച്ച എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. വിളി. മാഡം പ്ലീസ് കം. ഓ പ്ലീസ്. പിന്നെ ഇവർക്ക് ഉച്ചക്ക് എന്താ കൊടുക്കേണ്ടത്? ഇവർക്ക് ഉച്ചയ്ക്ക് മണ്ണപ്പം ചുട്ട് കൊടുക്കാം. മണ്ണപ്പം ചുട്ടി. പക്ഷെ കായലിന്റെ ഇടയ്ക്ക് ഇവിടെ മണ്ണപ്പം ചുട്ട് കിട്ടണത് എന്താ പുറത്താ? അവർക്ക് വയറ്റി പിടിക്കുന്ന നല്ല സാധനം ഉണ്ടാക്കി കൊടുക്കുക. ഒരു പണിയല്ല, നമുക്ക് മട്ടൻ ഗുലാബി കൊടുത്താല. മട്ടൻ ഗുലാബി? അതിന് മട്ടൻ എന്ത്? മട്ടൻ നമ്മുടെ വീടിനെ രമണിയൊക്കെ ഉണ്ടല്ല, രമണിയൊക്കെ വീട്ടിലപ്പോ ഒരു പട്ടി ഭയങ്കര കൊരയാ. ഇതിങ്ങനെ കുറച്ച് അതിന്റെ ശല്യം സഹിക്കാൻ ഞാൻ അതിനെ തട്ടി അതിനിങ്ങ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല മട്ടനാക്കി കൊടുത്താല. പട്ടിയും ചുമന്നുകൊണ്ട് വന്നിരിക്കണോ? എടാ പോടാ പട്ടി കിടന്ന് പോ. കണ്ടാ പറഞ്ഞു തീർന്നില്ല, അവര് കൊര തുടങ്ങി. നീ പോയേ. മുതലാളി, നമുക്ക് അവർക്ക് ഉച്ചക്ക് തവള ഇറച്ചി പുറത്ത് കൊടുത്താല. തവളക്കാലോ? തവളക്കാലി. തവളക്കാലം എന്തിയാടാ? ആണ്ടെ 2 കാലിരിക്കുന്നു. നല്ല കാല. നീ പോയേ. വിട്ടേ, തലവിട്ടെ. ഈ കണ്ടോട്ടേക്ക് വേണം പറഞ്ഞത്. എന്താ ഈ പുള്ളി കുറച്ച് നേരം 3-4 വർഷമായിട്ട് നമ്മൾ ഹൗസ് ബോട്ടുമായിട്ട് ഈ വീട് നമുക്ക് ഇതുപോലെ മാർവലസ് ആയിട്ട് തോന്നിയില്ല. നോക്കട്ടെ. വെരി നൈസ്. ഹലോ പ്ലീസ് ഗോ. സൂപ്പർ മാർവലസ്. മാർവലസ് സൂപ്പറാണ് പുള്ളി. ഇതിനകത്തൂടെ അക്കരയിലേ ഒരു ചേച്ചി ഒന്ന് കുളിക്കുക, സോപ്പ് കണ്ടു പറയാം. മാർവലസ് ആണ്. എനിക്ക് തോന്നിയില്ല മാർവലസ് ആയിട്ട്. വിദേശികളെ കണ്ടു പോട്ടെ, അവര് തങ്ങുന്നവരല്ലേ, വോട്ട് അവർ കണ്ടോ. ഇങ്ങനെ ഞാൻ നോക്കട്ടെ. നോക്കേണ്ട കാര്യമില്ല. വൈകുന്നേരം വീട്ടിൽ പോയാൽ കാണാം. വീട്ടിൽ പോയി കാണാൻ ചേച്ചി അവിടെ ഒന്ന് കുളിക്കുക. എന്റെ ഭാര്യ. ഇതാരായിരുന്നു? ആര് ചേച്ചി? അവള് ആടെ സോപ്പ് വെക്കുന്നടാ. പോയെ അത് കയറി പോ. മുതലാളി എന്റെ മണ്ടത്തരാണ് ഈ കാണിക്കുന്നത്. എങ്ങനെ അവര് കേൾക്കുന്നത്? ഇവിടെ അടുത്ത് കാണാലോ. അവള് എവിടെ? ചേച്ചിയോട് പറഞ്ഞ ഞാനിപ്പോ അങ്ങോട്ട് വരും. പലിശ കാശ് എടുത്തു വെച്ചേക്കാൻ പറ. സാധനം ഇതാ ഗുലാമി. ഗുലാമി മനസ്സിലായില്ല. ചൈനീസ് നെയ്മ. എന്നെ ഇതിനകത്ത് കിടക്കുന്നത് മീൻ. അത് മീനായിരുന്നു. നോക്കിക്കടാ. പറഞ്ഞ പോലെ എന്തോ കറുത്തൊരു സാധനം. എന്താ ഇതിനകത്ത് കിടക്കുന്നത്? എടാ അവർക്ക് വയറ് നിറച്ച് വെല്ലം കൊടുക്കടാ സാധനങ്ങള്. ഇത് പൂച്ചയുടെ വായിന്ന് ഇത്ര തന്നെ കിട്ടിയത് ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. മീനും പുറത്ത് കൊടുക്കാൻ മേലെ. മീൻ വറക്കാൻ ഇവിടെ മീമെല്ലാം ഉണ്ടാ, നല്ല വറുത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. നീ ആ കായൽ തോർത്ത് കൊടുത്ത് കായൽ ചാടി 2 മീൻ പിടിക്കാൻ മേലെ. എന്റെ പേര് കുക്കെന്ന, അല്ലാതെ കൊക്കെന്നല്ല. കായലിൽ ഇറങ്ങി മീൻ പിടിക്കാനായിട്ട് വേണമെങ്കിൽ അവർ തിന്നാ മതി. Oh no thanks. No thanks. Gulami. Including the package. Including. Oh yeah. Come on. Including എന്ന് പറഞ്ഞാൽ വെച്ച് ഹിച്ചുവാ. അതെ
മസാജിങ് ഉണ്ട്, പരിപാടിയുണ്ട്, കലാപരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ രണ്ടെണ്ണം ചാക്കിട്ട് ഇങ്ങോട്ട് കൊണ്ടു. മസാജിങ് ഉണ്ട്. ഈ പറഞ്ഞ ഒന്നും ഇവിടെ കണ്ടില്ലല്ലോ. മസാജിങ് ഉണ്ടെന്നേ. മസാജിങ് ഉണ്ടോ? ആ ഉണ്ട്. ആരാ മസാജ് ചെയ്യുന്നേ? നമ്മൾ ഓമനയില്ലേ, കക്കാവായിരുന്നു ഓമന, അവള് മസാജ് ചെയ്യുന്നു. എന്റെ ദൈവമേ, ഏടെ പുറത്ത് വല്ല തൊലി ഉണ്ടാവുമോ മിച്ചം? നീ ഒരു വിളി, നീ ഓമന അടിവാടി. മസാജിങ്, ഓയിൽ മസാജിങ്. Oh, no thanks. നോ, കേരള ലേഡി ഓയിൽ മസാജിങ്. Oil massaging? കേരള ലേഡി. This is package. Package? Full including. Including? Okay. Package. You massaging. ഈ മസാജിങ്, യു മസാജിങ്. മസാജിങ് ഞാൻ ചെയ്യാം. വേണ്ട അവർക്ക് അല്ല. സംഭവം മനസ്സിലായി. അല്ല, അല്ല. വേണ്ട ഇതിന് പ്രത്യേകിച്ച് ഭാഷയൊന്നുമില്ല. ഇവിടെ അല്ല. കാണിച്ചപ്പോ തന്നെ മനസ്സിലായി, സംഭവം എനിക്ക് മനസ്സിലായി. Okay. വേണ്ട ആയിക്കോട്ടെ. ഇവിടെ മസാജ് Okay? Okay. മസാജ്. Come on. ആ കണ്ണ് കെട്ട പറ. എന്നിട്ട് ഈ ക്രീം അങ്ങോട്ട് തേച്ചേ. ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തരണോ? വേഗം Okay. മസാജിങ് ഇൻക്ലൂഡിങ്. ഓക്കെ ഇൻക്ലൂഡിങ്. Ladies massaging. സാധനത്തെ കൊല്ലാൻ പോകണം. എടി പതുക്കെ കെട്ടടി. അല്ല ഞാൻ കക്ക വാരിട്ടേ ചാക്കി കെട്ടണത് ആലോചിച്ച്. അളിയ ഒന്ന് കെട്ടി കൊടുക്കുക. എന്താ Ladies massaging, please. ലേഡീസ് മസാജ്. Ladies. ഓക്കെ ലേഡീസ് മസാജ്. Ladies, വരും. Ladies. ഓക്കെ ഇവിടെ കിടക്കെ. എടി പിടിച്ച് കിടത്തടി. മസാജ്. എന്നാ പറയണേ? Ladies. പൊറോട്ട അടിക്കാനുള്ള മാവില്ലേ, എടുത്തുണ്ടോ? മസാജ് ചെയ്യാം. പൊറോട്ട അടിക്കണം, മാവ് എടുത്തോണ്ട് വന്നെ. പതുക്കെ പൊറോട്ട അടിക്കുന്ന മാവ് കൊണ്ട് നമുക്ക് മസാജ് ചെയ്യാം. അത്ര ഉള്ളല്ലേ? അണ്ണാ അപ്പൊ ഞാൻ മസാജ് ചെയ്യണ്ടേ? മസാജിങ് ചെയ്യാൻ മസാജ് ഒന്നും മറക്കി. നീ മാറിക്കോ. ഓക്കെ Okay. മസാജിങ്. ഓക്കെ Okay, carry on. മസാജിങ്. ഓക്കെ വേഗം അടി പൊറോട്ട. Ladies. അവർക്ക് തന്നെ കൊടുക്കാം. ലേഡീസ്. മതി. നീ വാ. കൈയോടെ പോയി. ഓക്കെ ഫിനിഷ് ആണ്. ഓക്കെ ചോദിക്കടി കന്നഡ ചോദിക്കടി. മസാജ്. How is he? മസാജ്. Very nice. Super. എന്താ എന്തുപറ്റി? എന്താ ഈ വെള്ളക്കൂറ് എന്റെ കാലിൽ ചവിട്ടിയത്. കാലടിയില്ല. Super. അല്ല കാലടിയില്ല. അത് കൂടാനാ പറഞ്ഞത്. ഓക്കെ ഇങ്ങോട്ട് വന്നേ. ധൃതരാഷ്ട്രയുടെ കെട്ടടിച്ചു, ഈ ഗാന്ധാരിയുടെ കെട്ടപ്പോഴായിരിക്കും. സാഹിബ്, Yes? എനി ഹോബീസ്? Oh, fishing. ഫിഷിംഗ് ചെയ്യണോ? പുള്ളിക്ക് ചൂണ്ടയുടെ അങ്ങനെ എന്തെങ്കിലും ചൂണ്ടകത്തുണ്ട്. എവിടെ അകത്തുണ്ടോ? ഓമനെ മുതലാളി സാഹിബിന് എന്തായാലും മസാജ് ചെയ്തില്ലേ? നല്ല പൊറോട്ടയും കിട്ടി, 15 അടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് മാതാമയെ കൂടെ ഒന്ന് മസാജ് ചെയ്താലേ? മാതാ മസാജ് ചെയ്യണം. ആ. മാതാമ മസാജ് ചെയ്യണ്ട. ചിക്കൻ അരിഞ്ഞു വെക്കാ നീ. ചിക്കൻ എടാ അവിടെ വെജിറ്റേറിയൻ അവര്. വെജിറ്റേറിയൻ ആണ് അവര്. പിന്നെ മലയ്ക്ക് മാല ഇട്ടിരിക്കുക. മാതാമയാ ആ. മലക്ക് പോകാൻ പോണം. ആ. ഞാൻ വിശ്വസിക്കത്തില്ല. എടാ സ്വിറ്റ്സർലൻഡിൽ ശബരിമല ഉണ്ട്, അവിടെ പോകാൻ വേണ്ടി മാല ഇട്ടിരിക്കുക. നോയമ്പാ അവർക്ക്. അവിടെ ശബരിമല ആ ഉണ്ടോ? നീ പോ. സ്വാമിയെ ശരണമയ്യപ്പ എന്റെ പൊന്നോ. അയ്യപ്പ. What is this? What is this? എന്താ ഇത്? കണ്ടോ? What is this? എന്താ ഇത്? എടാ നിന്നോട് 100 പ്രാവശ്യം പറഞ്ഞു ഈ സൈസ് സാധനം ഇതിന്റെ മേളിൽ അലക്കി ഉണക്കാനായിട്ടായിരുന്നു കേട്ടോ. അയ്യോ ഇതെന്റെതല്ല. പിന്നെ വല്ല മീൻ ഊരിയിട്ടും പോയതായിരിക്കും. ഇവിടെ കൊതി വന്നു. അതെന്റെ താരാ. ആരത്? ആരാത്? കക്കാവാടുന്ന യോസ പഴയ താറാവ്. കക്ക വരുമ്പോ പോകൃതരം കാണിക്കില്ല കേട്ടോ. വെള്ളത്തിൽ മുങ്ങിയപ്പോഴേ ആരാടാ ചൂണ്ടിട്ട് എന്റെ അണ്ടറയറും വലിച്ചു പറിച്ചോണ്ട് പോന്നെ? ജോസിനെ കക്കവാരല്ലോ, താറാവ് കച്ചവടമല്ലേ? താറാവിനെ തിരിക്കുന്ന പണിയല്ലേ? ഇപ്പൊ പക്ഷിപ്പനിയല്ലേ, അതുകൊണ്ട് താറാവ് കച്ചവടമൊക്കെ നിർത്തി താറാവിനെയൊക്കെ ചുട്ടു കൊല്ലുമല്ലേ. അതുകൊണ്ട് ഞാൻ ഇപ്പൊ കക്കാവാറിലാക്കി. ക്ഷമിക്കുക സായിപ്പ്, അറിയാതെ പറ്റിപ്പോയത്. അബദ്ധം പുള്ളിക്കൊരു സായിപ്പേ, അണ്ടറിലേക്ക് അതങ്ങ് പറഞ്ഞാ മതി, ഞാൻ ഊരിത്തരും. ചൂണ്ടയിട്ട് കട്ടെടുക്കുമല്ല വേണ്ടേ, അറിയാമോ? ക്ഷമിക്കാൻ ഞാൻ ക്ഷമിക്കാൻ. വീട്ടുകാർ സാരമില്ല. സാഹിബിനുള്ളത് പുതിയ അണ്ടർ മേടിച്ചു തന്നാ പോരെ. അണ്ടറൊന്നും വേണ്ട, എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം. നഷ്ടപരിഹാരം? നഷ്ടപരിഹാരം എനിക്ക് എന്തെങ്കിലും ജോലി തരണം ഇവിടെ. ജോലി നിനക്ക് തന്നെ ജോലി തരാനാ? ജോലി തരാൻ ഞാൻ പോകത്തില്ല. ഒരു കാര്യം ചെയ്യ്, ചെറിയൊരു ജോലിയുണ്ട്. ഈ ബോട്ട് കായലിന് നടുക്ക് ചെല്ലുമ്പോഴേ മിക്കപ്പോഴും ഇഞ്ചൻ പണിയാ. അപ്പോൾ ഇത് തള്ളൻ ഒരാൾ വേണം. ഈ പുറകിൽ നിന്ന് തള്ളിത്തരാവും. എന്നെ കളിപ്പിക്കാനല്ലേ? ഞാൻ തള്ളുമ്പോ ബോട്ട് വിട്ടുപോകാനല്ലേ?
അത് വേണ്ട. അല്ല ശരിക്കും നീ തള്ളാൻ ആള് വേണം നമുക്ക്. വേണോ? ആ എന്നാ ചെയ്യാമല്ലോ. ഓക്കെ. മറ്റേ എന്റർടൈൻമെന്റ് വേണ്ടേ? അതെ നിന്റെ കാര്യം ഓക്കെ. അവിടെ നിൽക്കാം. അവിടെ നില്ല കുഴപ്പമില്ല. തിരുമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കലാപരിപാടി എന്ത് ചെയ്യും? ഉണ്ട്. എവിടെ? നാടൻ പാട്ട്. നാടൻ പാട്ട് സംസാരിക്കാം. Yes. എന്റർടൈൻമെന്റ് കേരള. Entertainment. എന്റർടൈൻമെന്റ് പ്രോഗ്രാം കേരള. നാടൻ പാട്ട്. Nadan Bhattu. നാടൻ പാട്ട്. Oh no, thanks. Not including. Including. Total including package. Okay, carry on. Okay. Okay, കേട്ടോ. നാടൻ പാട്ട്, നാടൻ പാട്ട്. വാ, 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 വാ. എന്തേലും കാണിക്കടാവേ നീയൊക്കെ കൂടെ കൂടി. നാടൻ പാട്ട്. Yes. ഞാൻ കക്കാവായിരുന്നു അവളെത്തി. See. എള്ളുള്ളേരി എള്ളുള്ളേരി മാലിനങ്കരെ വിരാജ്പേട്ടൈ ചുണ്ടികയ മാലിനങ്കരെ എള്ളുള്ളേരി എള്ളുള്ളേരി മാലിനങ്കരെ വിരാജ്പേട്ടൈ ചുണ്ടികയ മാലിനങ്കരെ ഹാപ്പി. Oh, super. സൂപ്പർ ഹാപ്പി. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നാടൻ പാട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു കാര്യം ചെയ്യാം. ഈ സമയം നല്ലതാ. ബില്ല് കൊടുക്കാം. ബില്ലൂടെ ബില്ല് കൊടുക്കാം. പ്ലീസ് പ്ലീസ് കം കം ബിൽ കം. Okay, okay. ഓക്കെ. ബിൽ നിന്റെ കാര്യം ഞാൻ ശരിയാക്കി തരാം കേട്ടോ. നോക്കിക്കൊണ്ടൊക്കെ നിന്നാൽ നീ ഒരു കാര്യം ചെയ്യും. ഈ ബോട്ടാണ് നിന്നും പോയി ഒന്ന് തള്ളാൻ ഇറങ്ങി തള്ളാവോ? ചെറിയൊരാഗ്രഹമുണ്ട്. എന്താ മാതാമയായിട്ടൊന്ന് ആ മുറിയിലെ അതേമായിട്ട് എന്തോ ആ മുറിക്കകത്ത് പോയൊരു ഫോട്ടോ എടുക്കാൻ ആ ഫോട്ടോ എടുക്കാൻ ഒരു ആഗ്രഹമാണ്. അവരോട് ചോദിക്കട്ടെ. അത് ചോദിക്കണ്ടേ? ഇവന് ഫോട്ടോ എടുക്കണോ ചോദിക്കട്ടെ. മാതാമയായിട്ട് ഞാൻ സാഹിബിനോട് പറയാം. ആ ഒന്ന് പറഞ്ഞു. സാഹിബിനോട്ട് ഫോട്ടോ എടുക്കാനല്ലേ? ഓക്കെ സാഹിബ്. Yes. പൂവർ കക്ക മാൻ. Uh. ഫോട്ടോ Photo. Ah. Oh, come on. Photo. ഫോട്ടോ. ഈ ഉണക്ക സാഹിബ് മാർക്ക് എനിക്ക് മാതാമയുടെ കൂടെ എന്തെടുത്താൽ എടുത്തു. നീ വന്നേ. ഇതേ. നീ വന്നേ. ഇതെന്താ ഇത് കൈ കെട്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പറഞ്ഞു വന്നത് ബില്ല് എഴുതുന്ന കൂട്ടത്തിൽ കഷ്ടപ്പാടും കാര്യമൊക്കെ പറയണം. കാര്യം ടാക്സിൻ്റെ കാര്യത്തിൽ 50,000 രൂപ ടാക്സ് തന്നിട്ട് 30,000 രൂപ കൈക്കൂലി മേടിച്ച സാറേ ഇവിടെ ഉള്ളത്. അപ്പോൾ എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ കിട്ടണം. അതൊക്കെ ഓക്കെ. CC കിടക്കണം. ഇഷ്ടംപോലെ കടകൾ. ബില്ലിലൊക്കെ കൊടുത്ത് സാഹിബോടൊന്ന് കണക്കൂട്ടി കൊണ്ടിരിക്കാൻ നോ പ്രോബ്ലം. സാറേ, തീരുമാനമായിട്ട് കുറെ നേരം നിൽക്കാൻ തുടങ്ങിയത് ഫോട്ടോ എടുക്ക്. ഫോട്ടോ എടുക്കാനോ? ആ എനിക്ക് ക്യാമറ എന്തി? ക്യാമറ ഇല്ലേ? ക്യാമറ ഒന്നുമില്ല. എന്നോട് ഇത്ര വലിയ ബോട്ടിൽ നോക്കിയാൽ ഒരു ക്യാമറ ഇല്ല എടുക്കാൻ. പിന്നെ ഈ ബോട്ട് തള്ളിക്കൊണ്ട് നടക്കുന്നത്. പിന്നെ നീ വരുന്ന പറഞ്ഞാൽ ഞങ്ങൾ ക്യാമറ കൊണ്ട് നടക്കാൻ പോലെ. ഇവിടെ ആ മൊത്തം ഒരു ക്യാമറയുണ്ട്. അവിടുത്തെ ബാത്റൂമിലാ. ആണോ? ആ ഞങ്ങൾ ബാത്റൂമിലോട്ട് പോകാം. ഫോട്ടോ എടുക്കാൻ അങ്ങനെ എടുത്തില്ല. ഇല്ല. അവരത്തില്ല. പോയി തലമുട്ടി. ഒരു ഫോട്ടോ ഒന്ന് ചെയ്യുന്നു. നിനക്ക് ഫോട്ടോ എടുക്കണം. ആ ഓക്കെ വാ. ദേ പിന്നെ ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ എടുക്കണം. ഒരു മിനിറ്റ് ഇപ്പൊ വരാം. പിന്നെ ഫോട്ടോ അതായിട്ട് എടുക്കണം കേട്ടോ. നന്നായിട്ട് എടുക്കാം. അയ്യോ! ആ നന്നായി. ഞാൻ ആ ഫോട്ടോ ഉദ്ദേശിച്ചതുള്ളൂ. അങ്ങനെ കായലിൽ പിടിച്ച് തള്ളി കിട്ടിയ. അതെ പുള്ളി വന്നു കേട്ടോ. ബില്ല് ഞാനിപ്പോൾ എന്തായാലും ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞില്ലേ? എനിക്ക് നമ്മുടെ രമേശൻ ചേട്ടൻ്റെ ബോട്ട് വരെ ഒന്ന് പോകണം. അവിടെ കുറച്ച് പണിയുണ്ട്. ഒരു കരിമീൻ പപ്പാസാക്കാനുണ്ട്. എടാ വിദേശികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക. നീ കുക്കായിട്ട് നിന്ന് എന്തെങ്കിലും കൊടുക്കവർക്ക്. അയ്യോ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താ റെഡിയാക്കി? എല്ലാം റെഡിയാക്കി വെച്ചിരിക്കും അവർക്കുള്ള ഫുഡ്. നീ എന്തോ ഒരു വല്ലാടിയുണ്ട് എന്നെ കണ്ടിട്ട്. എന്താണ്? സാധാരണ നീ ഈ ബോട്ടിൽ നിന്ന് പോയി എന്തെങ്കിലും കട്ടോണ്ട് പോകും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നീ എണ്ണ കട്ടോണ്ട് പോയി. എണ്ണയാ? 3 കിലോ എണ്ണ കട്ടോണ്ട്. അത് സംഭവം എന്നറിയാം. എന്നെ കൊണ്ടുപോകാൻ വെള്ളം വന്നില്ല. അപ്പം വെള്ളത്തിൽ മുങ്ങിപ്പോയിരിക്കാൻ വേണ്ടി എണ്ണ ബോട്ടിലെടുത്ത് ഞാൻ കാലേ കെട്ടി വെച്ചതാ. ഞങ്ങൾ താണു പോകാൻ വേണ്ടിയാ കാല കെട്ടി വെക്കുന്നത്. പിന്നെ എണ്ണ കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ചെടുത്ത് അവിടെ കൂടുതൽ നമ്പർ ഒന്നും വേണ്ട. നീ പോ പോട്ട് നേരത്തേക്ക് ഇറങ്ങി വന്നേ. ഇത് എന്റെ തോർത്തല്ലേ? ഈ തോർത്തും കൂടെ അവിടെ പോവാ. ഇത് ഓർത്തും നീ അവിടെ പോവാ. അത് വിയർത്തതാ. ഞാൻ നനഞ്ഞിരിക്കുന്നു. വിയർത്തതാ. വിയർപ്പോ? കണ്ടോ 2 കവർ പാല് തോർത്തി മുക്കി കൊണ്ട് അങ്ങ് പോവാ അല്ലേ? ഇവിടെ നാണം കെട്ടവനെ നീ എന്നെ മുടിപ്പിക്കാൻ വേണ്ടിയാ കുക്കെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്. അത് വിയർപ്പ് തന്നെയാണ് എന്റെ. ഈ പാല് പൂവർ പാലല്ലേ? ഇതിന് വെള്ളം വേണ്ടേ? വെള്ളം വേണം. അല്ലെ ചായ കുടിക്കാൻ ഒരു ടേസ്റ്റ്. ഞാൻ വെള്ളം റെഡിയാക്കി തരാം. അല്ലല്ല ഇപ്പൊ ഇവന് ചില വെള്ളം കൊടുക്കും. ഓർത്തും കൂടെ ഹാപ്പിയാണോ? ഭയങ്കര ഹാപ്പിയാ. ഓക്കെ റെഡിയായല്ലേ? വന്നിട്ട് വേണം എനിക്കിട്ട കളകളും കാര്യങ്ങളൊക്കെ തീർക്കാൻ. വിളി പ്ലീസ് ബിൽ പ്ലീസ് കേട്ടോ. ബില്ല് കിട്ടിയില്ലേ? ഓ താങ്ക് യു. 2.5 ലക്ഷം രൂപയാ. ദൈവമേ എല്ലാ കാര്യങ്ങളും ഓക്കെ. ഇതടവ് എനിക്ക് കമ്മീഷൻ തരാതിരിക്കാനുള്ള അടവല്ലേ? അതെ ഇങ്ങോട്ടോ നിൽക്കേ. വേല കയ്യിരിക്കട്ടെ കേട്ടാ. അടവ് പട്ടി അത് വായിച്ചു നോക്കണോ നീ? ആഹാ എന്റെ എടുക്കാൻ പറ്റുന്നു. സുഹൃത്തേ മലയാളം. ഞങ്ങൾ എബോള ബാധിച്ച നൈജീരിയയിൽ നിന്നും വന്ന അന്തേവാസികളാണ്. ഞങ്ങൾക്ക് എന്തേലും തന്നെ സഹായിച്ച് നാട്ടിലേക്ക് തിരിച്ചയച്ചു വിടണം എന്ന് 8 വയസ്സുള്ള കത്രീന
ഈ ചെക്ക് തരാൻ ഇവൻ ആരാടാ, എബിയോ? എന്നാ ചതിയാടാ ചെയ്തേ. ഈ പെരട്ടകളാണ് ഇവിടെ കൊണ്ടുവന്ന്. നീ കാശിനിപ്പോ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യും? എന്റെ സ്വപ്നമെല്ലാം പൊരിഞ്ഞ ദൈവമേ. ഞാൻ എന്റെ ചേട്ടാ ഇങ്ങ് വന്നേ, ഒരു കാര്യം പറയാം. എന്നാ ഇങ്ങ് വന്നേ. പോയാ പോട്ടെ, അടുത്ത ആഴ്ച സൂപ്പറായിട്ട് ഓസ്ട്രേലിയയിൽ നിന്നൊരു പാർട്ടി വരുന്നുണ്ട്. ഞാൻ ശരിയാക്കി തരാം. അപ്പോൾ ആ ബില്ലും ഇവരുടെ ബില്ലും കൂടെ എല്ലാം കൂട്ടി നമുക്ക് ഒരുമിച്ച് വക്കിയെടുക്കാം. തൽക്കാലം ഇവരുടെ ഒരു കമ്മീഷൻ, ഒരു കമ്മീഷൻ, എനിക്ക് കമ്മീഷൻ വേണം. ആദിത്യ ദേവോ ഭവ എന്നല്ലേ? അതെ. ഈ ഒരു കാര്യം ചെയ്യും, കമ്മീഷനായിട്ട് ഈ ബോട്ട് തന്നെ നീ എടുത്തു. എനിക്കിനി ബോട്ട് പോലും വേണ്ട. എന്റെ ദൈവമേ.